അറബിക്, അറബ് ഭാഷയിൽ ഇസ്ലാം എന്ന വാക്കിന്റെ അടിസ്ഥാനം സിൽമ് എന്ന വാക്കാണ്. And that means peace. And there is a great prayer, supplication taught by the Holy Prophet Muhammad sallallahu alayhi wa sallam. Allahumma anta as-salam wa minka as-salam wa ilayka yarji'u as-salam. Hayyina rabbana bis-salam wa adkhilna dar as-salam. Tabarakta rabbana wa ta'alayta ya dhal jalali wal ikram. അള്ളാഹുവേ, നീ തന്നെ ദൈവമേ, നീയാണ് സമാധാനം. ദൈവമേ, നിങ്കിൽ നിന്നാണ് സമാധാനം. ദൈവമേ, നിന്റെ അടുക്കലേക്കാണ് സമാധാനത്തിന്റെ മടക്കം. അടുത്ത വാക്ക് വളരെ വൈകാരികമാണ്, വളരെ ഇമോഷണലായിട്ട് മാത്രമേ അത് കേൾക്കാൻ സാധിക്കൂ. ഹയ്യനാ റബ്ബനാ ബിസ്സലാം. ഓ ഗോഡ്, ലെറ്റ് us please bless us to hear the salutation of peace. ഹയ്യനാ തഹിയ്യ. ഹയ്യനാ റബ്ബനാ. Oh God, please bless us. Wherever we go, we should listen the salutation of peace. ഞങ്ങൾ എവിടെ ചെന്നാലും സമാധാനത്തിന്റെ അഭിവാദ്യം കേൾപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. എവിടെ ചെന്നാലും പീസ് പീസ് പീസ്, സമാധാനം സമാധാനം സമാധാനം. ഈ സമാധാനത്തിന് വേണ്ടിയാണ് ലോകമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായിട്ടുള്ളൊരു വാക്കുണ്ട്, മനോമയമിതം സർവം എന്ന്. കേരളത്തിന്റെ മഹാനായ ഗുരു നാരായണ ഗുരു ഈ സെഡ്, മനോമയമിതം സർവം. എല്ലാം മനസ്സാണ്, എല്ലാം മനസ്സാണ്. മനസ്സിനെ നേർവഴിക്ക് കൊണ്ട് നടക്കുന്നവന്, ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ്, യു ക്യാൻ ചേഞ്ച് യുവർ വേൾഡ്. ഇംഗ്ലീഷുകാർ സാധാരണ പറഞ്ഞു പോരുന്നൊരു വാക്കാണ്, ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ്, യു ക്യാൻ ചേഞ്ച് യുവർ വേൾഡ്. അതിനാദ്യമായിട്ട് വി ഹാവ് ടു ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ്. ഇന്നലെ ഹരിയേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഓപ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. മനുഷ്യരുടെ മനോഭാവങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് ആണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവനെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്നതും. നല്ലതായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഹൃദയത്തിലേക്ക് നോക്കും. പരിശുദ്ധ റസൂലിന്റെ, പ്രവാചക തിരുമേനിയുടെ, തിരുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസിദ്ധമായ തിരുവചനമുണ്ട്. There is a great saying of the Holy Prophet, famous saying. Prophet said, "Ala inna fil jasad mudghah idha salahat salaha al jasad kullu wa idha fasadat fasada al jasad kullu ala wa hiya al qalb." ലോകരെ അറിയുക, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. There is a clot of flesh, there is a clot of blood in the chest of every human being. Idha salahat salaha al-jasad kullu. If it is fine, then the whole body, then the whole life of the individual, it is well and good. ആരുടെ ഹൃദയ നെഞ്ചിലിരിക്കുന്ന ഈ മാംസപിണ്ഡമാണോ നന്നായിട്ടുള്ളത്, അയാൾ മുഴുക്കെ നന്നായിരിക്കുന്നു. ഈ മാംസപിണ്ഡം ചീത്തയാകുന്നതോടെ അയാൾ മുഴുവൻ ചീത്തയായി. After saying this, the Holy Prophet was pointing to his own chest. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തന്റെ നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടി. തന്റെ സ്വന്തം നെഞ്ചത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അറിയണം, അലാ. ഈ അല എന്ന അറബ് വാക്ക് തന്നെ, that is a very unique word in the Arabic language. Ala, ala, it means attention, attend. Oh, if we can translate that word to Arabic, it means law, L-O, law, ala. Let the world know. Ala wa hiya al-qalb. The word qalb means that which changes, qalb. And for revolution and for change, the word in the Arabic language is inqilab. That the word is inqilab. It was one of the slogans of the freedom movement of India. Inqilab Zindabad. It was one of the slogans of Indian struggle for freedom. Our forefathers fighting for freedom, India.
Especially it was the slogan of our great forces like INA, International Army, in which the Honorable Father of Mr. Harikumar Hariyattan, he participated in the struggle for freedom as a member of INA led by Subhash Chandra Bose. That is our great tradition. They were always raised this slogan, Inqilab Zindabad, Inqilab, Matam, Qalb. This word has appeared in various languages of Inqilab. മലയാളത്തിലെ ചലച്ചിത്ര ഗാനത്തിൽ പോലും സ്വാധീനം നേടിയിട്ടുള്ള വാക്കാണ് കൽബ് എന്ന് പറയുന്ന വാക്ക്. കൽബ് മലയാളത്തിലെ സിനിമ പാട്ടിലുണ്ട്. I don't want to prolong my talk. I just wanted to draw the attention of this august assembly, this august house, to only this aspect of today's demand, that is, let us be united for the great things in life. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ സ്നേഹിക്കാൻ. ഇന്നിവിടെ വെച്ച് എക്സലൻസ് അവാർഡ് നൽകപ്പെടുന്നവരൊക്കെ സ്നേഹം പരത്തിയവരാണ്. മൊഹബത്ത്, മൊഹബത്ത്, സ്നേഹം, ഇത് പരക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് മൊഹബത്ത് എന്ന് പറയുന്ന വാക്ക്. മഹബ്ബ അല്ലെങ്കിൽ മഹബ്ബ എന്ന് അറബ് സഹോദരങ്ങൾ പറയുന്നതിന് നാം ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞ 10-75 കൊല്ലക്കാലത്തെ ഹിന്ദി ഭാഷയിലെ ചലച്ചിത്രങ്ങളുടെ പേരെടുത്താൽ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും. പല സിനിമകളുടെയും പേര് ശുദ്ധ അറബിയാണ്. The names of a large number of movies, films of India, Hindi film industry, names are pure Arabic words. Pure Arabic words. Indian film names: Ishq, Junoon, Mohabbat, Etibar, Etimar. All these, even Sholay, that great Hindi film, Sholay, Amitabh Bachchan, Dharmendra, all these great actors. When I was a student of college, I remember everywhere Sholay created a storm, a wave. Only very few people know that this Sholay is an Arabic word. That is the name of the Hindi film. Once I was walking through the streets of Dubai, I saw everywhere a board. That was the advertising board of a company, and the name of the company is Sholay. Sholay, Arabic. It came in India. It became Sholay, that great Hindi film. So our ties are so close. The relationship of Arab people, Arab society, it is very close to Indian society, and we can never forget that the graciousness of the Arab people, which is responsible for the growth and development of our people. We came to this UAE and you welcomed us. You welcomed us. Once I was moving through the streets of my own village, Kottakkal, which is considered as the center of Ayurveda treatment, Markazul Ilaj al-Qadim, Kottakkal in Kerala. പുരാതന ചികിത്സയുടെ വലിയ കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെടുന്ന കോട്ടക്കൽക്കാരനാണ് ഞാൻ. I was passing through Kottakkal streets. Everywhere there are the shops of oud in the street of Kottakkal, because many people come from the Arab countries to my village for taking treatment in Ayurveda. And I was moving with Sheikh Khazraji rahimahullah. Kana wazir al-awqaf fil imarat. And I told Sheikh Khazraji, Your Excellency, you are seeing these buildings, this great progress, this great upliftment. For all these things, our people are very much grateful to your country, United Arab Emirates. I told him to Sheikh Khazraji. And the Indians never fought with the Arabs. Indians never fought with the Arabs. British came to India, we fought with them. French came to India, we fought with them.
Portuguese came to India. We had centuries long fighting with them. Dutch people came to India. We fought with them. Arabs are the only people with whom Indians never had any fight. Only there was the cordial relationship, Indians and Arabs. Throughout history, it is without any fear of contradiction. You can say, never there was any kind of strife. They came to Indian shore, sea lands, everywhere. Even Ibn Battuta came. Ibn Battuta has described Calicut, Qaryatun Mashhura, fi Kerala, fi Malabar, Calicut. Ibn Battuta in his kitab Ar-Rihla, he has written, there were ships in Calicut, just like it was a taxi stand. Ships were going to China, ships were going to Jeddah, ships were going to other places in the Middle East. ഒരു ടാക്സി സ്റ്റാൻഡിൽ ടാക്സി പല ഭാഗത്തേക്ക് നിർത്തിയിട്ട പോലെ കോഴിക്കോട്ട് കടൽ തീരത്ത് കപ്പലുകൾ നങ്കൂരമടിച്ചിരുന്നുവെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്നു ബത്തൂത്ത എഴുതിയിട്ടുണ്ട്. ആ മഹത്തായ സാംസ്കാരിക ബന്ധമാണ് നമുക്കിടയിലുള്ള ബന്ധം. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് പീസ് ആൻഡ് ലെറ്റ് us strive for bringing more and more peace to the society with these simple words, humble words. I am concluding my remarks. Once again, I congratulate you. I congratulate all the winners, all the great personalities to whom the excellence awards are being given. That's granted. ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ പ്രചോദനങ്ങൾ ഉണ്ടായിത്തീരും. ആ പ്രചോദനങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ ഉത്സാഹമായി തീരട്ടെ. നല്ലത് ചെയ്യാൻ സാധിക്കട്ടെ. വളരെ കുറഞ്ഞ കാലത്തേക്ക് ജീവിതമുള്ളൂ. നല്ലത് പ്രവർത്തിച്ച് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. യോ ഹി ജിന്ദഗി യോ ഹി ബഹുത് കം മുഹബ്ബത്ത് കെ ലിയേ, ജിന്ദഗി യോ ഹി ബഹുത് കം മുഹബ്ബത്ത് കെ ലിയേ, ഫിർ റൂട്ട് കർ വക്ത് ഗവാനെ കി ജറൂറത്ത് ക്യാ ഹൈ. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ സ്നേഹിക്കാൻ. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ സ്നേഹിക്കാൻ. ജിന്ദഗി ബഹുത് കം ഹൈ മുഹബ്ബത്ത് കെ ലിയേ, ഫിർ റൂട്ട് കർ വക്ത് ഗവാനെ കി ജറൂറത്ത് ക്യാ ഹൈ. പിന്നെ പിണങ്ങിയിട്ടും ശത്രുതയോടെയും കാലം കഴിക്കേണ്ടതിൻ്റെ ആവശ്യമെന്നിരിക്കുന്നു എന്ന് ചോദിച്ച കവിയോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകം മുഴുവൻ സമാധാനം പരക്കട്ടെ. യേശുക്രിസ്തു ആഗ്രഹിച്ചതുപോലെ, തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിലഷിച്ചതുപോലെ, ഇന്ത്യയുടെ മുനിമാരും ഇന്ത്യയുടെ ഋഷി പരമ്പരയിലെ മഹാന്മാരായിട്ടുള്ള ഗുരുക്കളും എക്കാലത്തും ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ സമാധാനത്തിൻ്റെ പുലരി എവിടെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓമന മക്കളുടെ കണ്ണിൽ ആശങ്കകളില്ലാത്ത ആശ മാത്രം വിരിയുന്ന നക്ഷത്ര ദീപങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന പ്രഭാതങ്ങളും ത്രിസന്ധ്യകളും എന്നും ശോഭിച്ചു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്കെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ, with your permission, with the permission of all the dignitaries who have assembled here, who are present here, I declare this function open. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ സർവശക്തന്റെ തിരുനാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്, with the permission of you all, I wish you all the best. Very good evening. Assalamu alaikum wa rahmatullah. Namaste. Namo Vagam. Namaskar. Sir, please on the